വാർത്തകൾ തുടർന്നു നോക്കാം. ടോപ്പ് ഹെഡ്ലൈൻസ്. ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ മരണം 13. ചവേർ ആക്രമണമെന്ന് സ്ഥിരീകരിച്ച ഡൽഹി പോലീസ്. സ്ഫോടനം നടത്തിയത് ഫരീദാബാദിൽ സ്ഫോടക വസ്തുക്കളുമായി ഒരു സംഘം പിടിയിലായതിന് പിന്നാലെ. പൊട്ടിത്തെറിച്ചത് കാറിലുണ്ടായിരുന്നത് ഫരീദാബാദ് സംഘവുമായി ബന്ധമുള്ള ഡോക്ടർ ഉമർ മുഹമ്മദ് എന്നും നിഗമനം. അന്വേഷണം NIA ഏറ്റെടുക്കും. അതീവ ജാഗ്രതയിൽ രാജ്യം. पीछे के षड्यंत्रकारियों को बख्शा नहीं जाएगा. All those responsible will be brought to justice. ഡൽഹി സ്ഫോടനത്തിൽ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി. ഇരകൾക്ക് നീതി ഉറപ്പാക്കും. ഗൂഢാലോചനയുടെ കേന്ദ്രം കണ്ടെത്തുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കുറ്റക്കാരെ വെറുതെ വിടില്ലെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട വോട്ടെടുപ്പ് തുടരുന്നു. ഉച്ചവരെ മികച്ച പോളിംഗ്. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് കനത്ത ജാഗ്രത. എക്സിറ്റ് പോൾ ഫലങ്ങൾ വൈകിട്ട്. തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ കൂട്ടത്തോടെ ചത്തു. 10 മാനുകൾ ചത്തത് ഇന്നലെ രാത്രിയോടെ തെരുവുനായ ആക്രമണമെന്ന പ്രാഥമിക നിഗമനം. സംഭവം വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രിയ അന്വേഷിക്കും. തിരുവനന്തപുരം SIT ആശുപത്രിയിലെ യുവതിയുടെ മരണത്തിൽ വിദഗ്ധ സമിതി അന്വേഷണം തുടങ്ങി. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം മേധാവിയുടെ നേതൃത്വത്തിൽ അന്വേഷണം. വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ DMEയുടെ നിർദ്ദേശം. ബോളിവുഡ് നടൻ ധർമ്മേന്ദ്ര അന്തരിച്ചെന്ന വാർത്തകൾ തള്ളി കുടുംബം. വാർത്ത തെറ്റെന്ന ഭാര്യ ഹേമ മാലിനി. പിതാവ് സുഖം പ്രാപിച്ചു വരുന്നുവെന്ന മകൾ ഇഷ ഡിയോൾ.